യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതിലൂടെ മുഹമ്മദ് നബിയുടെ സന്ദേശം നടപ്പായെന്ന് കാന്തൂർ എ പി അബൂബക്കർ മുസ്ലിയാർ. വധശിക്ഷയ്ക്ക് മാപ്പ് നൽകാൻ ഇസ്ലാം പറയുന്നുണ്ട് എന്ന് കുടുംബങ്ങളെ ബോധ്യപ്പെടുത്തി. യമനിലെ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച സുന്നി പണ്ഡിതൻ കേരളത്തിലെത്തുമെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ 24-നോട് പറഞ്ഞു. കൊലക്കുറ്റം ചെയ്ത ആൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വിഷയം മാത്രമല്ല, അങ്ങനെ പല സംഭവങ്ങളും നാം ചെയ്തു കൊടുക്കാറുണ്ട്. ഇത് വളരെ പ്രസിദ്ധമായി എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ സമാധാന സൗഹൃദം ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അക്രമവും അനീതിയും ഇവിടെ ഉണ്ടാവുകയില്ല. അദ്ദേഹം വരുമെന്നാണ് പ്രതീക്ഷ ഇപ്പോഴും ഉള്ളത്. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ദീപക് നമ്മുടെ ചേരുന്ന വിവരങ്ങൾ. ദീപക്, ഈ മതത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ടെങ്കിലും ഇത് എല്ലാവരും അറിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്നുകൂടി കാന്തപുരം പറഞ്ഞു വെക്കുന്നുണ്ട്. ദീപക്, പല സഹായങ്ങളിലൊന്നു മാത്രമായിരുന്നു ഇത്, അല്ലേ? ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നു. മറ്റൊന്ന്, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്നു. ആ ഘട്ടത്തിലാണ് കാന്തപുരം പറയുന്നത് നബിയുടെ സന്ദേശം നടപ്പിലാവുക മാത്രമാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ സംഭവിച്ചത്. മാത്രവുമല്ല, ഇതിനേതെങ്കിലും രീതിയിൽ ഒരു പ്രസിദ്ധി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചില്ല. അത് നേരത്തെയും അദ്ദേഹമല്ല മർക്കസ് പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ ഇതിലിപ്പോൾ അദ്ദേഹം കൃത്യമായി ആദ്യമായി ഒരു മാധ്യമത്തോട് ഇതെന്തെല്ലാമാണ് നടന്നത് എന്ന് കൃത്യമായി പറയുകയാണ്. അതിലൊന്ന്, ഈ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകത്തിൻ്റെ ഇരയുടെ കുടുംബത്തിന് മാപ്പ് നൽകാൻ ഇസ്ലാം പറയുന്നുണ്ട്. ആ ശരീഅത്ത് നിയമത്തിലെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അത് ഫലം കണ്ടു എന്നുള്ള സൂചന തന്നെയാണ് വളരെ കൃത്യമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നൽകുന്നത്. ഇത്രയും ഈ വിഷയത്തിൽ ഇതാദ്യമായാണ് അദ്ദേഹം പറയുന്നതും. കാരണം ആ കുടുംബത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം, അതിൽ അവിടെയുള്ള മതപണ്ഡിതർ, അതുപോലെ കോടതി, കൗൺസിൽ തുടങ്ങിയ പലരും ഇടപെട്ടിട്ടുണ്ട് ആ കുടുംബവുമായി സംസാരിക്കാനുമെല്ലാം എന്ന് കാന്തപുരം തുറന്നു പറയുന്നു. മാത്രവുമല്ല, ഇതൊരു വലിയ കാര്യമായി അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാചകം ഇതാണ്: ഇതുപോലെ പലതും ചെയ്യാറുണ്ട്, പക്ഷേ ഇത് പേര് പോലെ തന്നെ നിമിഷം കൊണ്ട് പ്രിയമായ വാർത്ത വലിയ രീതിയിൽ പ്രസിദ്ധമായി എന്നുള്ളതാണ് കാന്തപുരം പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സുപ്രീം കോടതിയിൽ ഈ ഹർജി പരിഗണിക്കാനിരിക്കുന്ന ഘട്ടത്തിൽ നബിയുടെ പ്രവാചകന്റെ പിറന്നാൾ ആഘോഷത്തിന് തുടക്കമാകുമ്പോൾ കാന്തപുരം ഈ വിഷയത്തിൽ മനസ്സ് തുറക്കുകയാണ് 24-നോട് ഉണ്ടായത്. ആഷ്മി. ഓക്കെ, ദീപക് ധർമ്മടമാണ് അതിൻ്റെ വിവരങ്ങൾ നൽകിയത്. നിമിഷപ്രിയ കേസിൽ ഇടപെടൽ അത് ഏത് രീതിയിൽ ഫലപ്രദമായി, എന്തുകൊണ്ട് ഇടപെട്ടു തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുകയായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.